നവംബർ 23 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ കൊളുമ്പൻ, വിശുദ്ധ ക്ലെമന്റ്, വിശുദ്ധ ആംഫിലോക്യൂസ്, വിശുദ്ധ ഫെലിച്ചിത്താസ്, ജർജന്തിയിലെ വിശുദ്ധ ഗ്രിഗറി. വിശുദ്ധനായ കൊളുമ്പൻ 545-615 കാലഘട്ടത്തിലാണ് വിശുദ്ധ കൊളുമ്പൻ ജീവിച്ചിരുന്നത്. വിശുദ്ധനായ കൊളുമ്പൻ അയർലൻഡിൽ ലീസ്റ്ററിൽ ജനിച്ചു. യുവാവായിരിക്കുമ്പോൾ ജഡിക പരീക്ഷകൾ അവനെ അലട്ടിയിരുന്നു. അതിനൊരു സന്യാസിയോട് പ്രതിവിധി ചോദിച്ചപ്പോൾ ലോകവ്യാമോഹങ്ങളിൽ നിന്ന് അകന്നായിരിക്കുക എന്ന മറുപടി കിട്ടി. അദ്ദേഹം ആദ്യം ഒരു സന്യാസിയുടെ അടുക്കിലേക്ക് പോയി. പിന്നീട് ബാംഗ്ലൂരിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ താമസിച്ച് കുറേ കൊല്ലം പ്രാർത്ഥനയിലും ഏകാന്തതയിലും ചെലവഴിച്ച ശേഷം 12 കൂട്ടുകാരോടുകൂടി ഫ്രാൻസിൽ മിഷൻ പ്രവർത്തനത്തിനായി ഇറങ്ങി. അവരുടെ ജീവിത രീതിയും അർപ്പണബോധവും മതനിഷ്ഠയും ജനങ്ങളെ അത്യധികം ആകർഷിച്ചു. പടിഞ്ഞാറൻ യൂറോപ്പിൽ യേശുക്രിസ്തുവിനെയും അവൻ്റെ സുവിശേഷത്തെയും പ്രഘോഷിക്കുന്നതിന് അദ്ദേഹം അയർലൻഡ് വിട്ടു. അവിടെ ആളുകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കുമിടയിൽ കൊളുമ്പനും അദ്ദേഹത്തിൻ്റെ ദൗത്യം ശ്രദ്ധേയമായ തീക്ഷ്ണതയാൽ ശ്രദ്ധിക്കപ്പെട്ടു. ഒരിക്കൽ മനുഷ്യഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുന്ന ഒരു ജ്വലിക്കുന്ന പന്തം പോലെയാണ് യൂറോപ്പിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നുവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അദ്ദേഹം യൂറോപ്പിൽ ധാരാളം ആശ്രമങ്ങൾ സ്ഥാപിച്ചു. കത്തോലിക്ക സഭയ്ക്കുള്ള കൊളുമ്പൻ്റെ മഹത്തായ സംഭാവന യൂറോപ്യൻ സന്യാസത്തിലെ പുതിയ ചൈതന്യമാണ്. ക്രിസ്തുവിനോടും സുവിശേഷങ്ങളുടെ മൂല്യങ്ങളോടും സമ്പൂർണ്ണ പ്രതിബദ്ധതയുടെ ആത്മാവായിരുന്നു വിശുദ്ധ കൊളുമ്പൻ. രാജകീയ കോടതിയുടെയും പൊതുജനങ്ങളുടെയും അധാർമിക പ്രവർത്തനങ്ങളെ അദ്ദേഹം അപലപിച്ചിരുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും എന്ന പോലെ കൊളുമ്പനും അങ്ങനെ എതിർപ്പുണ്ടായി. ഫ്രാങ്കിഷ് മെത്രാന്മാരുടെ ആവലാതികൾക്കെതിരായി മാർപ്പാപ്പയ്ക്ക് കൊളുമ്പൻ അപ്പീൽ ബോധിപ്പിച്ചു. രാജാവിൻ്റെ കുത്തഴിഞ്ഞ ജീവിത രീതികളെ കൊളുമ്പൻ എതിർത്തിരുന്നു. അദ്ദേഹത്തോട് വിവാഹം കഴിക്കാൻ ഉപദേശിച്ചത് അമ്മ റാണിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊളുമ്പൻ അയർലൻഡിലേക്ക് മടങ്ങിക്കൊള്ളണമെന്ന് കൽപ്പനയായി. എന്നാൽ കപ്പൽ കാറ്റടിച്ച് ചെന്നു ചേർന്നത് ഇറ്റലിയിലേക്കാണ്. അവിടെ ലോംബാർഡുകളുടെ രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചു. അവിടെ അദ്ദേഹം ബോബിയോ ആശ്രമം സ്ഥാപിക്കുകയും പ്രസ്തുത ആശ്രമത്തിൽ അദ്ദേഹം നിര്യാതനാവുകയും ചെയ്തു. പ്രായശ്ചിത്തത്തിൻ്റെ ആവശ്യകതയും ആര്യനിസത്തിൻ്റെ വിപത്തിനെയും ആശ്രമ ജീവിതത്തിൻ്റെ സ്വഭാവത്തെയും സംബന്ധിച്ച് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. റോമാ സിംഹാസനത്തോടും വിശുദ്ധ ഗ്രന്ഥത്തോടും കൊളുമ്പനുണ്ടായിരുന്ന ബഹുമാനമാണ് ഫ്രാങ്കിഷ് മെത്രാന്മാരുടെ ശത്രുതയ്ക്ക് കാരണമായത്. അതുതന്നെയാണ് വിശുദ്ധനായ കൊളുമ്പൻ്റെ വിജയത്തിനും വിശുദ്ധിക്കും കാരണമായി തീർന്നതും. 11ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ വിശുദ്ധനായ കൊളുമ്പൻ മനുഷ്യൻ്റെ ഏറ്റവും പ്രയാസകരമായ കാലഘട്ടങ്ങളിൽ ദൈവിക സംരക്ഷണം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അസാധാരണമായ ആളുകളിൽ ഒരു വ്യക്തിയാണ് എന്നതാണ്. വിശുദ്ധമായ ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിന് വേണ്ടി പോരാടുകയും ധാരാളം ആശ്രമങ്ങൾ സ്ഥാപിച്ച് ഒരു നല്ല മിഷണറിയായി ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച വിശുദ്ധനായ കൊളുമ്പനെ ലോകത്തിലുള്ള എല്ലാ മിഷൻ പ്രവർത്തികൾക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.